ഡെവിൾസ് ലവ് രചന നന്ദന അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. അവൾ ആ പറഞ്ഞതിന്റെ അർത്ഥം അവൾ ഇപ്പോഴും തന്നെ ഗൗരിയുടെ പേരിൽ സംശയിക്കുകയാണോ എന്ന ചിന്ത അവനിൽ ഉടലെടുത്തു. തനു, എന്റെ പ്രണയത്തിൽ നിന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണോ? എന്റെ പ്രണയം കള്ളത്തിലാണെന്നാണോ നീ ഇപ്പോഴും കരുതുന്നത്? അങ്ങനെ നീ കരുതുന്നുണ്ടെങ്കിൽ അതെന്റെ പ്രണയത്തിന്റെ പരാജയം തന്നെയാ. ഗൗരി എനിക്ക് ആരാണെന്ന് ഞാൻ നിന്നോട് വ്യക്തമായി പറഞ്ഞതാ. എന്നിട്ട് നീ എന്നെ സംശയിക്കുകയാണെങ്കിൽ ഗൗരി വിഷ്ണു എന്റെ പ്രണയമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ തത്തേട്ട. അവൻ പറഞ്ഞു തീരും മുന്നേ അവളുടെ ശബ്ദം ഉയർന്നു കേട്ടു. പിന്നെ നീ പറഞ്ഞതിന്റെ അർത്ഥം? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവൾ അവനെ ഒന്ന് രൂക്ഷമായി നോക്കി. ഞാൻ പറഞ്ഞതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. ഏതൊരു പെൺകുട്ടി തന്നെ പ്രണയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സ്നേഹം, കരുതൽ, പിന്തുണ, ചേർത്ത് പിടിക്കൽ, അങ്ങനെ അങ്ങനെ. പക്ഷെ ഇതിലേതെങ്കിലും എനിക്ക് നിങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? നാഴികയ്ക്ക് 40 എന്നോട് പ്രണയാണെന്ന് പറയുന്ന നിങ്ങൾ ഒരിക്കലെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഗൗരിയുടെ കാര്യം വന്നപ്പോൾ നിങ്ങൾ എന്താ എന്നോട് ചെയ്ത്? ഒരു വാക്ക് പോലും മിണ്ടാതെ നിങ്ങൾ ഇവിടുന്ന് പോയി. ഒന്ന് ഫോൺ ചെയ്ത് എൻ്റെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. 1 മാസം നിങ്ങൾ എന്നെ പൂർണ്ണമായിട്ട് അവഗണിച്ചു. ഇന്ന് രാവിലെ വരുന്ന കാര്യം പോലും നിങ്ങൾ എന്നെ ഒന്ന് അറിയിച്ചില്ല. അതൊക്കെ പോട്ടേന്ന് വെക്കാം. ഇന്ന് നിങ്ങളുടെ അമ്മ എന്നെ എന്തെല്ലാം പറഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ അവരെന്നെ അത്രയും അപമാനിച്ച്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്ത്? ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അമ്മയെ എതിർത്ത് സംസാരിച്ചോ? എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നോ? അവളുടെ ഓരോ വാക്കുകളും അവന്റെ മേലൊരു ചാട്ടുളി പോലെ വന്ന് പതിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ വേദനയിൽ കിടന്ന് പിടയ്ക്കുമ്പോഴും ഒരു വാക്ക് പോലും തിരികെ പറയാനാവാത്ത വിധം അവൻ തളർന്നു നിന്നുപോയി. വാതിൽക്കൽ നിന്ന് സൂര്യൻ ഒരു നിമിഷം കൂടി രേവതിയെ തന്നെ നോക്കിയതിനു ശേഷം പതിയെ വാതിൽ കിടന്ന് അകത്തേക്ക് കയറി. അവനവിടെ കണ്ടതും രാജേശ്വരി രേവതിയെ നോക്കിക്കൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സൂര്യൻ പതിയെ അവളുടെ മുന്നിലേക്ക് നടന്നു വന്ന് നിന്നു. രേവു. സൂര്യനെ പെട്ടെന്ന് അവിടെ കണ്ട രേവതി അവനകത്തേക്ക് കയറി വന്നതോ രാജേശ്വരി ഇറങ്ങിപ്പോയതൊന്നും അറിഞ്ഞിരുന്നില്ല. തൊട്ടു മുന്നിൽ വന്ന് നിന്നുകൊണ്ടുള്ള അവന്റെ ശബ്ദമാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. അവൾ ഞെട്ടിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. മുന്നിൽ അവനെ കണ്ടതും അവൾ ആദ്യം ഒന്ന് പതറി. എങ്കിലും നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. അവനെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും പെട്ടെന്ന് അവളുടെ കയ്യിൽ അവന്റെ പിടി വീണു. വിട്. അവൾ അവനെ കൈ കുടഞ്ഞെറിയാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അവളെ മുറുകെ പിടിച്ചു. രേവു പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് നീ. എനിക്കൊന്നും കേൾക്കണ്ട, എന്നെ വിടാനല്ലേ പറഞ്ഞ്? അവൻ പറയുന്നൊന്നും കേൾക്കാതെ അവന്റെ കയ്യിൽ നിന്ന് തന്റെ കൈകൾ വിടുവിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. രേവു പ്ലീസ്, എനിക്ക് പറയാനൊന്ന് കേൾക്ക് നീ. ഒരു 10 മിനിറ്റ് മതി. അവൻ വീണ്ടും അവളോട് കെഞ്ചി. എനിക്കൊന്നും കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നിങ്ങളുടെ കാലിയാൻ പിടിച്ചല്ലേ എന്നെ ഒന്ന് കേൾക്കാൻ പറഞ്ഞിട്ട്? അന്ന് നിങ്ങൾ കേൾക്കാനില്ലാത്തൊന്നും എനിക്കിന്നും കേൾക്കാനില്ല. അവനെ നോക്കി രൂക്ഷമായ സ്വരത്തിൽ അവൾ അത്രയും പറഞ്ഞുകൊണ്ട് അവന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞു. ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ആ വീട്ട്, എന്തീ കാണിക്കുന്നത്? എന്നെ തൊട്ടുപോരുത്. അടങ്ങ് വേണേ, എനിക്ക് പറയാനുള്ളൊന്ന് കേട്ടിട്ട് നീ എവിടെ വേണമെങ്കിലും പോയിക്കോ. അല്ലാതെ നിന്നെ ഞാൻ വിടില്ല. പ്ലീസ് രേവു, പ്ലീസ് പ്ലീസ്. അവനവരുടെ തോളിൽ മുഖാമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. അവന് പറയാനുള്ള കേൾക്കാതെ തന്നെ അവൻ വീട്ടിലെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി. അവൾ ഒരു നിമിഷം കണ്ണുകളടച്ച് മൗനമായി നിന്നു. ശരി, നിങ്ങൾക്ക് പറയാനുള്ള ഞാൻ കേൾക്കാം. അതിനുമുമ്പ് ആദ്യം നിങ്ങൾ എൻ്റെ ദേഹത്തു നിന്ന് കൈയെടുത്ത് മാറ്റ്. അവൾ ഗൗരവത്തോടെ പറഞ്ഞു. അവനൊരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ ശരീരത്തിൽ എൻ്റെ കൈ പതിയാത്ത ഏതെങ്കിലും ഇടമുണ്ടോ പെണ്ണേ എന്ന് ചോദിക്കാൻ അവനെ നാവ് ധരിച്ചുവെങ്കിലും അവൻ ആ ചോദ്യം തന്നെ മനസ്സിൽ തന്നെ അടക്കി. ശേഷം അവളുടെ ദേഹത്ത് വെച്ചിരുന്ന എൻ്റെ കൈകൾ പിൻവലിച്ചു. ഇനിയെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അവൻ കൈകൾ എടുത്തു മാറ്റിയതും അവൾ അവനെ നോക്കി മാറിൽ കൈകൾ കിട്ടിയെന്നുണ്ട് ഗൗരവത്തോടെ ചോദിച്ചു. ഒരു നിമിഷം അവളുടെ ആ ഭാഗത്തിൽ അവനൊന്ന് പതറിയെങ്കിലും ഇപ്പോൾ താൻ ഇവിടെ മൗനമായാൽ അവളെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന ചിന്ത അവൻ അവളോട് സംസാരിക്കാൻ തന്നെ പ്രേരിപ്പിച്ചു. രേവു. വേണ്ട, രേവതി, അതാണ് എൻ്റെ പേര്. അങ്ങനെ വിളിച്ചാൽ മതി. അവൾ പറഞ്ഞു കേട്ട് അവനവളെ ദയനീയമായി നോക്കി. രേവതി, രേവതി. തന്റെ മടിയിൽ കിടക്കുന്ന രേവതിയുടെ തോളിൽ പിടിച്ചു വിളിക്കൊണ്ട് സൂര്യൻ വിളിച്ചതും അവന് മുഖത്തേക്ക് നോക്കി പല്ലടിച്ചു. ഓ, ഈ സൂര്യേട്ടൻ എന്തിനാ സൂര്യേട്ടൻ എങ്ങനെ നേട്ടി രേവതി രേവതി എന്ന് വിളിക്കണ്? സൂര്യേട്ടൻ എന്നെ രേവെന്ന് വിളിച്ചാ പോരെ, അതല്ലേ സുഖം? അവന്റെ രേവതി വിളി ഇഷ്ടപ്പെടാത്ത പോലെ അവൾ പറഞ്ഞു. അതെന്താ, എന്റെ കൊച്ചിന്റെ രേവതി എന്ന് നീട്ടി വിളിക്കുന്ന ഇഷ്ടമല്ലേ? അവളുടെ മുഖത്തെ പരിഭവം കണ്ടതും അവരൊരു പുഞ്ചിരിയോടെ ചോദിച്ചു. അല്ല, സൂര്യേട്ടൻ അങ്ങനെ വിളിക്കുമ്പോൾ എന്തൊരു വല്ലാത്ത അകൽച്ച ഫീൽ ചെയ്യുക. ഏതോ ഒരു അപരിചിതം വിളിക്കുന്ന പോലെ. എന്റെ സൂര്യേട്ടനെ രേവെന്ന് വിളിക്കുന്ന കേൾക്കാനാ എനിക്കിഷ്ടം. അവൾ അവന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നുകൊണ്ട് പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ആണോടാ? എന്നാൽ എന്റെ കൊച്ചിനെ ഇനി സൂര്യേട്ട രേവു എന്ന് മാത്രമേ വിളിക്കൂ, പോരെ? അവളുടെ കവിളിൽ നിന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ അവനെ നോക്കി തലയാട്ടി. പണ്ടെന്നോ അവൾ പറഞ്ഞ വാക്കുകൾ നെഞ്ചിലേക്ക് തികട്ടി വന്നു. അവന്റെ കണ്ണുകൾ ഈറനായി. അത് മറക്കാനെന്ന വണ്ണം അവൻ അവളുടെ മുമ്പിൽ നിന്ന് തിരിഞ്ഞു നിന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞത് അവളും കണ്ടിരുന്നു. എങ്കിലും അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അവളത് പുറമേ കാണിച്ചിരുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം, എനിക്ക് പോണം. അവൾ അക്ഷമയോടെ പറഞ്ഞു. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ അവളുടെ നേരെ തിരിഞ്ഞു. പണ്ട് ലേറ്റാവുമ്പോൾ എൻ്റെ അരികിൽ നിന്ന് പോകാനൊരു 100 തവണ പറഞ്ഞാലും അനുസരിക്കാതെ എന്നെ ചുറ്റിപ്പിടിച്ചെന്നുകൊണ്ട് എനിക്ക് സൂര്യേട്ടൻ്റെ അരികിൽ നിന്ന് പോകാൻ തോന്നില്ലെന്ന്
സങ്കടത്തോടെ പറയുന്ന ഒരു രേവതി ഉണ്ടായിരുന്നു. എൻ്റെ മാത്രമേ രേവു. ആള് നോക്കി അതീവ സങ്കടത്തോടെ പറയുന്ന കേട്ടതും ആളുടെ ചുണ്ടിൽ പൂച്ചച്ചിരി തെളിഞ്ഞു. അന്നത്തെ ആ പൊട്ടിപ്പെണ്ണി രേവതിയല്ലല്ലോ ഇന്ന് ഞാൻ. അന്നത്തെ രേവതിക്ക് ആളുകളെ മനസ്സിലാക്കാനും നല്ലവരെയും കെട്ടവരെയും തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അതിനു പകരമായിട്ട് എനിക്ക് എൻ്റെ ജീവിതം തന്നെ ബലി കൊടുക്കേണ്ടി വന്നത്. ആൾ പറഞ്ഞു കേട്ടവൻ്റെ മുഖം കുനിഞ്ഞു. എന്നാൽ ഇന്നത്തെ രേവതി അങ്ങനെയല്ല. 22 വർഷത്തെ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ആളുകൾ മനസ്സിലാക്കാൻ നന്നായി തന്നെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഴയ രേവതിയിൽ നിന്ന് ഒന്നും തന്നെ എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. ആൾ വാശിയോടെ പറഞ്ഞു കേട്ട് അവൻ്റെ ചുണ്ടിൽ വാടിയ പുഞ്ചിരി വിരിഞ്ഞു. നീ എന്നെ എന്ത് വേണേലും പറഞ്ഞു രേവു. ഞാൻ നിന്നോട് തെറ്റ് ചെയ്തവനാ. അതുകൊണ്ട് തന്നെ നീ പറയുന്നതൊക്കെയും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനോ. പക്ഷേ രേവു, ഞാനൊന്ന് ചോദിച്ചോട്ടെ. 22 വർഷം നീ അനുഭവിച്ച പോലെ തന്നെ ഞാനും അനുഭവിച്ചില്ലേ? പ്രിയപ്പെട്ടവരാരും കൂടെ ഇല്ലാതെ ദൂരെ ഒരു നാട്ടിൽ ഒറ്റയ്ക്ക് വർഷങ്ങളോളം ഏകാന്തവാസം ഞാനും അനുഭവിച്ചില്ലേ? നിനക്ക് കൂട്ടിന് നമ്മുടെ മോൾ അടുത്തുണ്ടായിരുന്നെന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല കൂടെ. ആരില്ലാതെ ഒറ്റക്കായിരുന്നില്ലേ ഞാൻ ഇത്രയും നാളും കഴിഞ്ഞത്? നിന്റെയും നമ്മുടെ കുഞ്ഞിൻ്റെ ഓർമ്മകളിൽ മാത്രമല്ലേ ഞാൻ ഇത്രയും വർഷവും കഴിഞ്ഞ്? നീ തെറ്റിയതെന്ന് വിശ്വസിച്ചിരുന്നപ്പോഴും ഞാൻ ഒരിക്കലും നിന്നെ മറന്നുകൊണ്ട് മറ്റൊരാളെ മോഹിക്കുകയോ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുകയോ ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഇനി എന്നും നീ എന്നൊരു പെണ്ണ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ജന്മം അതങ്ങനെ തന്നെയായിരിക്കും. മതി, നിർത്ത്. അവൻ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. അവൻ പകപ്പോടെ അവളെ നോക്കുമ്പോഴേക്കും അവൾ പാഞ്ഞു വന്ന് അവൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചു. നിങ്ങൾ എന്താ പറഞ്ഞ്? ഞാൻ അനുഭവിച്ച പോലൊക്കെ നിങ്ങളും അനുഭവിച്ചെന്നോ? അതിന് മാത്രം നിങ്ങൾ എന്താ അനുഭവിച്ച്? പ്രിയപ്പെട്ടവരടുത്തില്ലാതെ ഏകാന്തവാസം അനുഭവിച്ചതോ? ആണോ? അതാണോ നിങ്ങൾ അനുഭവിച്ച വേദന? അതായിരുന്നോ നിങ്ങൾ ഞാൻ അനുഭവിച്ചായിട്ട് താരതമ്യപ്പെടുത്തിയത്? പറയണോ? അവനവന്റെ കോളറിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് അലർച്ചയോടെ ചോദിച്ചു. പെട്ടെന്നുള്ള അവളുടെ മുഖഭാവത്തിൽ അവൻ തറഞ്ഞു പോയി. നിങ്ങൾ 22 വർഷത്തെ നിങ്ങളുടെ ഏകാന്തവാസത്തെ കുറിച്ച് പ്രസംഗിച്ചില്ലേ? എന്നാൽ ഞാൻ അനുഭവിച്ച എന്തൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? സ്വന്തം കുഞ്ഞിനെൻ്റെ ഈ കൈകൾ കൊണ്ടാണ് ഞാൻ കൊന്നതെന്ന അറിവിൽ വർഷങ്ങളോളാ ഞാൻ നീറി കഴിഞ്ഞ്. പ്രാണനെ പോലെ സ്നേഹിച്ചവനും സ്വന്തം എന്ന് കരുതിയവനും തള്ളിപ്പറഞ്ഞപ്പോൾ സമത തെറ്റിയ ഞാൻ 6 വർഷം ഭ്രാന്താശുപത്രിയുടെ ഇരുട്ടുമുറിൽ ആരെയും തിരിച്ചറിയാനാവാതെ കഴിഞ്ഞത് അറിയോ നിങ്ങൾക്ക്? ഭ്രാന്തി എടുത്ത പോലെ ആൾ അവന്റെ നെഞ്ചിൽ ഇരുകൈകൾ കൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ഇരുകണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ആൾക്ക് വിധേയനായി നിന്നൊടുത്തു. വർഷങ്ങളായി ആൾ തന്നെ നെഞ്ചിലടക്കി വെച്ചിരിക്കുന്ന എല്ലാ വേദനകളും തന്റെ നെഞ്ചിൽ ഇറക്കി വെക്കട്ടെ എന്ന് അവൻ കരുതി. അല്ലെങ്കിലും അതിന് അവകാശം തനിക്ക് മാത്രമാണെന്ന് അവൻ മനസ്സിലോർത്തു. എന്നിട്ടിപ്പോ എല്ലാം കഴിഞ്ഞ് മാപ്പ് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. നാളുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഒരു മാപ്പുണ്ട് എനിക്ക് നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു കിട്ടുമോ? പറയണോ? ആൾ അവനെ നെഞ്ചിൽ കൈവച്ച് പിന്നിലേക്ക് ആഞ്ഞു തള്ളിക്കൊണ്ട് ചോദിച്ചു. ആളുടെ തളയിൽ അവൻ പിന്നിലേക്കൊന്ന് ആഞ്ഞുപോയി. വീഴാൻ പോയെങ്കിലും അവൻ ചുമരിൽ പിടിച്ചുകൊണ്ട് ബാലൻസ് ചെയ്ത് നിന്നു. ശേഷം അവളെ ദയനീയമായി നോക്കി. അത് കണ്ടതും രേവതി അവന്റെ അരികിലേക്ക് വീണ്ടും നടന്നു ചെന്നു. അവന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മാറി മാറി വന്നു. ഇനി അതൊക്കെ പോട്ടെ, എല്ലാം ഞാൻ സഹിക്കാം, ക്ഷമിക്കാം. പക്ഷെ 22 വർഷത്തോളം എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റി നിർത്തിയത് അത് ഞാൻ എങ്ങനെയാണോ ക്ഷമിച്ചു തരേണ്ടത്? തൊട്ടടുത്ത് എന്റെ മകളുണ്ടായിട്ടും അവള് തിരിച്ചറിയാൻ കഴിയാതെ, അവളുടെ അമ്മയെന്ന് വിളി കേൾക്കാതെ, അവൾക്കൊന്നും പാലൂട്ടാതെ ഞാൻ ജീവിച്ചു തീർത്ത വർഷങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? നിങ്ങൾ ഒരൊറ്റ ആൾ വിചാരിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമായിരുന്നോ? ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ കുഞ്ഞിനെ കൊന്നവളെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടി വരുമായിരുന്നോ? ഇതിലൊക്കെ നിങ്ങൾ എങ്ങനെയാ പ്രായശ്ചിത്തം ചെയ്യാൻ പോകുന്നത്? പറയാൻ അവന്റെ ഷർട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് അങ്ങേയറ്റം ദേഷ്യത്തോടെ അവനെ നോക്കി ചോദിക്കുന്നതിനോടൊപ്പം അവളൊരു അലർച്ചയോടെ അവന്റെ ദേഹത്തൂടി നിലത്തേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി. ഇതേ സമയം തനുവിൽ നിന്ന് കേട്ട ഓരോ വാക്കുകളും ദത്തന്റെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടിരുന്നു. അവൻ അവളോട് എന്ത് പറയണമെന്ന് തന്നെ അറിയില്ലായിരുന്നു. തനു, അത് അവനെന്തോ പറയാൻ തുടങ്ങിയതും അവളുടെ കത്തുന്ന നോട്ടത്തിൽ പതിരിക്കൊണ്ടാവും മൗനം പാലിച്ചു. എനിക്കിപ്പോൾ വലുത് എൻ്റെ അമ്മയാ. എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് അനുഭവിച്ച ആ പാവം ഇനിയും വേദനിപ്പിക്കാൻ വയ്യ. അതുമാത്രമല്ല, ഏത് സാഹചര്യത്തിലും എൻ്റെ അമ്മേനെ കൈവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ മുന്നിൽ വാക്കുകൾ നഷ്ടപ്പെട്ട പോലെ ദത്തൻ തറഞ്ഞു പോയി. പെട്ടെന്നാണ് രേവതിയുടെ അലർച്ച അവരുടെ കാതിൽ വന്ന് പതിഞ്ഞത്. ഇരുവരും ഞെട്ടിലവളുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അമ്മയ്ക്കെന്താ? തനു ദത്തനെ നോക്കി പറയുമ്പോഴേക്കും അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞോടിയിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ തനു അങ്ങോട്ടേക്ക് ഓടി. മുറിയുടെ വാതിക്കൽ ചെന്ന് നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കിയതും അവിടെ കണ്ട കാഴ്ചയിൽ അവർ തറഞ്ഞു പോയി. അപ്പോഴേക്ക് അവരുടെ അലർച്ച കേട്ട് മറ്റുള്ളവർ ഓടി വന്നിരുന്നു. രാജശേഖരനും ശ്രീദേവിയും രാജേശ്വരിയും ഒക്കെ അവരെ പകപ്പോടെ നോക്കി നിന്നു. ശ്രീദേവി അവിടെ അരികിലേക്ക് പോകാൻ തുടങ്ങിയതും രാജശേഖരൻ അവരെ തടഞ്ഞു. അതേസമയം നിലത്തിരുന്ന് കരയുന്നവരുടെ കണ്ണുനീർ കണ്ട് സഹിക്കാൻ കഴിയാതെ സൂര്യൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിക്കാൻ തുടങ്ങിയതും വാതിൽക്കൽ നിന്ന് അകത്തേക്ക് ഓടി വന്ന തനുവിന്റെ കൈകൾ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് വരിഞ്ഞു മുറുക്കിയിരുന്നു. അമ്മേ! അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തനുവും പൊട്ടിക്കരഞ്ഞു പോയിരുന്നു.
ഈ കാഴ്ച കാണാനാവാതെ സൂര്യനും ദത്തനും നിറഞ്ഞു വന്ന കണ്ണുകൾ മുറുക്കി അടച്ചു. മറ്റുള്ളവർ നിറകണ്ണുകളോടെ അത് നോക്കി നിന്നു. ഗൗരിയെയും നെഞ്ചോട് ചേർത്ത് കട്ടിലിന്റെ അഡ്രസ്സിലേക്ക് ചാരി കണ്ണുകൾ മുറുക്കി അടച്ചിരിക്കുകയായിരുന്നു വിഷ്ണു. അവന്റെ ഒരു കൈ അവളുടെ തോളിലൂടെ തലോടി പോകുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ നെഞ്ചിൽ കിടന്ന് പതിയെ ഉറക്കം പിടിച്ചിട്ടുണ്ട്. അവൻ അവളിൽ നിന്ന് അകന്നിരുന്ന സമയത്തൊക്കെ അവൾ നേരാവണ്ണെന്ന് ഉറങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചിരിപ്പിന്റെ ഹൃദയതാളം കേട്ടുകൊണ്ട് അവൾ നല്ല സുഖസുഷുപ്തിയിലായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും വിഷ്ണു അവളെ പതിയെ തന്നെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി കട്ടിലേക്ക് ചായച്ച് കിടത്തി. കണ്ണുകളടച്ച് കഴുത്തടിയിൽ കൈകൾ ചേർത്ത് വെച്ച് നിഷ്കളങ്കമായ മുഖത്തോടെ കിടന്നുറങ്ങുന്നവളെ അവൻ അതീവ പ്രണയത്തോടെയും വാത്സല്യത്തോടെയും നോക്കിയിരുന്നു. ആ നിമിഷം അവന്റെ മനസ്സിൽ അവൾ ആദ്യമായി കണ്ട ദിവസമായിരുന്നു കടന്നു വന്നത്. US-ൽ നിന്ന് MBA കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന സമയം. അത്യാവശ്യമായിട്ട് തനിക്ക് ആ സമയം നാട്ടിലെത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ഒറ്റക്കായിരുന്നു വന്നത്. സർട്ടിഫിക്കറ്റിന്റെ എന്തോ ഇഷ്യൂ കാരണം അന്ന് ദത്തിന് കൂടെ വരാൻ കഴിഞ്ഞിരുന്നില്ല. കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ദുബായിൽ ലാൻഡ് ചെയ്ത് ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞായിരുന്നു പിന്നെ നാട്ടിലേക്കുള്ള ടൈം. 6 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് ഓർത്തപ്പോൾ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയൊക്കെയോ സമയം തള്ളി നീക്കി. ഒടുവിൽ ടൈം ആയപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറി. അകത്തേക്ക് കയറി സീറ്റിലേക്ക് ചെന്ന് ഇരുന്നപ്പോഴാണ് തൊട്ടടുത്ത വിൻഡോ സീറ്റിൽ ഒരു പെൺകുട്ടി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. ആദ്യ കാഴ്ചയിൽ തനിക്ക് അവളോട് യാതൊരു പ്രത്യേകതയും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വ്യക്തിയെ പോലെ അവളെ നോക്കിക്കൊണ്ട് തന്റെ സീറ്റിലേക്ക് കയറിയിരിക്കുകയായിരുന്നു. ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയ ശേഷമാണ് എന്തെങ്കിലും ചോദിക്കണമെന്ന് കരുതി അവളോട് പേര് ചോദിച്ച്. എന്നാൽ അതിന് കൂർപ്പിച്ചൊരു നോട്ടമായിരുന്നു മറുപടിയായി ലഭിച്ച്. പിന്നെ താനും ആ ഭാഗത്തേക്ക് നോക്കിയില്ല. എന്നാൽ ആ നിമിഷം താൻ അറിഞ്ഞിരുന്നില്ല അവൾ തന്റെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിട്ട് മാറുമെന്ന്. അന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഫ്ലൈറ്റ് ഹൈദരാബാദിൽ എമർജൻസി ലാൻഡിംഗ് ചെയ്യേണ്ടി വന്നത്. ശക്തമായ പേമാരി കാരണം ആ സമയത്ത് യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നില്ല. യാത്രക്കാർക്കെല്ലാം അവർ തന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്തെന്നെങ്കിലും തങ്ങളുടെ കാര്യത്തിൽ അന്നൊരു അക്കിടി പറ്റിയിരുന്നു. തങ്ങൾ അടുത്തടുത്ത സീറ്റിലിരുന്നുകൊണ്ടും ടെൻഷനും പേടിയും കാരണം അവൾ തന്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നുകൊണ്ടും അവർ കരുതി തങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്ന്. അതുകൊണ്ട് തന്നെ അവർ തങ്ങൾക്ക് വേണ്ടി ഒരു റൂം മാത്രമാണ് അറേഞ്ച് ചെയ്തിരുന്നത്. താൻ അതിനെപ്പറ്റി അവരോട് സംസാരിച്ചിരുന്നെങ്കിലും അപ്പോഴേക്ക് റൂമുകളെല്ലാം ഫില്ലായിരുന്നു. മറ്റു നിർവാഹങ്ങളൊന്നും ഇല്ലാതെ അവളോടൊപ്പം ആ റൂമിലേക്ക് നടക്കുമ്പോൾ അവൾ തന്നെ ദയനീയമായി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയം താനും നിസ്സഹായനായിരുന്നു. യാത്രയുടെ ക്ഷീണം കാരണം അവൾക്ക് ആ മുറി വിട്ട് നൽകിക്കൊണ്ട് പുറത്തു നിൽക്കാൻ തനിക്കും കഴിയുമായിരുന്നില്ല. മുറിയിൽ കയറി അവൾക്ക് ബെഡ് വിട്ട് നൽകിക്കൊണ്ട് താൻ സോഫയിൽ കിടക്കുമ്പോൾ അവളുടെ മുഖത്ത് തന്നോടുള്ള നന്ദി തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. 2 ദിവസം ആ ഹോട്ടൽ മുറിയിൽ തങ്ങിയ ശേഷമാണ് പിന്നെ തങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ സാധിച്ചത്. അപ്പോഴേക്കും ഞങ്ങൾക്കിടയിൽ അപരിചിത്വം മാറി നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. നാട്ടിലെത്തിയ ശേഷവും പിന്നീട് പലപ്പോഴും അവളെ കാണാറുണ്ടായിരുന്നു. ഫോൺ നമ്പരും കൈമാറിയിട്ടുണ്ടായിരുന്നു. ആദ്യം വല്ലപ്പോഴുമേ വിളിക്കുമായിരുന്നുള്ളൂ എങ്കിലും പിന്നീട് ആ വിളികളുടെ എണ്ണം കൂടി. അതുപോലെ തന്നെ കൂടിക്കാഴ്ചകളും. ദിവസങ്ങൾ കടന്നു പോകും തോറും തങ്ങളുടെ സൗഹൃദം പതിയെ പ്രണയത്തിനാൽ വഴിമാറിയിരുന്നു. ആദ്യം തനിക്ക് തന്നെയായിരുന്നു അവളോട് പ്രണയം തോന്നിയിരുന്നത്. അത് അപ്പോൾ തന്നെ അവളോട് തുറന്നു പറയുകയും ചെയ്തു. അധികം വൈകാതെ അവൾ തന്റെ ഇഷ്ടത്തെ അംഗീകരിച്ചപ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു. എന്നാൽ തന്റെ ഇഷ്ടം വീട്ടിലറിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ തകിടം പറഞ്ഞത്. വെറും ഒരു പട്ടാളക്കാരന്റെ മകന് കോടീശ്വരനായ മോഹൻകുമാറിന്റെ മകളെ അവർ വിവാഹം ചെയ്തു തരുമോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോഴാണ് താനും അതിനെക്കുറിച്ച് ചിന്തിച്ചത്. എന്തോ ആ നിമിഷം മുതൽ തന്നിൽ വല്ലാത്തൊരു കോംപ്ലക്സ് നിറഞ്ഞിരുന്നു. താൻ അവൾക്ക് യോജിച്ചവനായിരുന്നില്ലെന്നൊരു തോന്നൽ. ആ ചിന്തയായിരുന്നു അവളിൽ നിന്ന് തന്നെ അകലാൻ പ്രേരിപ്പിച്ച്. എന്നാൽ തന്റെ ആ തീരുമാനത്തിൽ തന്റെ പെണ്ണുൾപ്പെടെ ഒരുപാട് വേദനിക്കേണ്ടി വരുമെന്ന് താൻ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. അവനെ നെടുവീർപ്പോടെ ഓർത്തുകൊണ്ട് തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഗൗരിയെ നോക്കി. ഇല്ല പെണ്ണേ, ഇനി ഒരിക്കലും ഒന്നിന്റെ പേരിലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. ഈ വിഷ്ണുവിന്റെ ഒരു പാതിയുണ്ടെങ്കിൽ അതെന്റെ മാത്രം ഗൗരിയായിരിക്കും. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ഒന്നുകൂടി തന്നോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. അമ്മ കരയില്ലേ? നിലത്തിരുന്ന് പൊട്ടിക്കരയുന്ന രേവതി അടക്കി പിടിച്ചുകൊണ്ട് തനു പറഞ്ഞതും അവളുടെ ഏങ്ങലടി ശബ്ദം ഒന്നുകൂടെ ഉയർന്നു. കണ്ടുന്നവരുടെ എല്ലാം ഹൃദയത്തെ അവരുടെ ആ കണ്ണുനീർ ചുട്ടുപൊള്ളിക്കുന്നുണ്ടായിരുന്നു. രാജശേഖരനും ശ്രീദേവിയും കുറ്റബോധത്തോടെ അവരെ നോക്കി നിന്നു. അവരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം തങ്ങളുടെ കുടുംബം മാത്രമാണെന്ന ചിന്ത അവരെല്ലാം തകർത്തിരുന്നു. തങ്ങളുടെ അച്ഛന്മാർ ചെയ്ത തെറ്റിനാണ് ഒരു പാവം സ്ത്രീയെ ഒരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടിയെയും തങ്ങൾ ഇത്രയും ദ്രോഹിച്ചെന്ന ചിന്ത അവരെ കുറ്റബോധത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിച്ചിരുന്നു. ശ്രീദേവി നിസ്സഹായതയോടെ രാജശേഖരനെ ഒന്ന് നോക്കി. അയാൾ അതുപോലെ തിരികെ അവരെയും നോക്കി. ദത്തനും സൂര്യനും എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുകയായിരുന്നു. അവരുടെ അരികിലേക്ക് ചെന്ന് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനോ ആശ്വസിപ്പിക്കാനോ കഴിയാതെ ഇരുവരും ഉരുകി നിന്നു. രാജേശ്വരി ഓടി അവരുടെ അരികിലേക്ക് ചെന്നു. രേവു, എന്താ ഇത്? ഇങ്ങനെ കരയില്ലേ? നീ നോക്ക്, മോള് വിഷമിക്കുന്ന കണ്ടില്ലേ നീ? രാജേശ്വരി അവരുടെ അരികിലേക്ക് ഇരുന്ന് അവളുടെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്ക് രേവതി മുഖമുയർത്തി തനുവിനെ നോക്കി. മോളെ. അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് രേവതി പതിയെ വിളിച്ച് അവളൊന്ന് മൂളി. നമുക്ക് ഇവിടുന്ന് പോവാം മോളെ. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം
അമ്മയുടെ സമ്മതം തെറ്റി പോവാ. നമുക്ക് പോവാം മോളെ, നമുക്ക് പോവാം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും തനുവിന്റെ കണ്ണുകൾ അവിടെ തൊട്ടുമ്പിലായി നിൽക്കുന്ന ദത്തിന് നേർക്കാണ് നീണ്ടത്. അവന്റെ മുഖത്തെ ദയനീയത കണ്ടതും അവൾ മുഖം കുനിച്ചു. പോകാം അമ്മ, പോവാ. മുഖം കുനിച്ചിരുന്നുകൊണ്ട് തന്നെ അവൾ മറുപടി പറഞ്ഞു. ദത്തിന്റെ നെഞ്ചിലൂടെ ഒരു ഈർച്ച അവൾ കടന്നു പോകുന്ന പോലെ തോന്നി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ദയനീയതയോടെ അവളെ നോക്കി നിന്നു. സൂര്യന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. അവൾ തന്നോട് ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് അവളുടെ ആ വാക്കിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി. അല്ലെങ്കിലും ക്ഷമ ചോദിക്കാനുള്ള അർഹത പോലും തനിക്കില്ല. പ്രാണനെ പോലെ സ്നേഹിച്ച പെണ്ണിന്റെ മനസ്സ് കാണാതെ, അവൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കുക പോലും ചെയ്യാതെ, ആരൊക്കെയോ പറഞ്ഞ കള്ളങ്ങളും വിശ്വസിച്ച് അവൾ ഉപേക്ഷിച്ചു പോയ വെറും വിഡ്ഢിയാണ് താൻ. അങ്ങനെയുള്ള തനിക്ക് അവളോട് ക്ഷമ ചോദിക്കാനുള്ള അർഹത പോലുമില്ല. അവൾ പറഞ്ഞ പോലെ മറ്റെന്തൊക്കെ പുറത്താലും 22 വർഷം അവളുടെ കുഞ്ഞിനെ അവളിൽ നിന്ന് അകറ്റി നിർത്തിയത് അവൾ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നല്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.